അപ്പോൾ ഒരു മാങ്ങയുടെ റിവ്യൂ ആണിത്. ഇത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി അല്ലേ? മുക്കത്തോ കൊടുവള്ളിയോ? മുക്കത്താണ്. അല്ല കൊടുവള്ളി ഒരു പള്ളിക്കകത്തുള്ള മല്ലികയുടെ ഒരു വേരിയൻ്റ് ആണിത്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള അഷ്റഫ് ഭായ് നമുക്ക് തന്നതാണ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറിച്ചിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. കാഴ്ചയിൽ ഏകദേശം ഒരു മല്ലിക മയത്തിലുണ്ട്. മല്ലികയുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? നല്ലൊരു മല്ലികയുടെ വെയിറ്റും കാര്യങ്ങൾ സൈസൊക്കെ ഉണ്ട്. ഏകദേശം സ്മെല്ലും മല്ലികയായിട്ട് സിമിലറാണ്. വെയിറ്റ് ഒന്ന് നോക്കാം. 480 ഗ്രാംസ് ഉണ്ട്. കുഴപ്പമില്ല. ഇത് വെയിറ്റ് യൂണിറ്റ് മാറിയില്ല. വയ്ക്കും. 480 ഗ്രാംസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. എന്താ അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് പറഞ്ഞത്? നന്നായിട്ട് കായപിടുത്തുണ്ട്. മറ്റേ നല്ല ഫ്ലേവറായി. അവർ അഷ്റഫ് നല്ല മൂപ്പർക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മല്ലികയുടെ നല്ല ഫ്ലേവറാണെന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ അത് വന്നിട്ട് ഇതിൻ്റെ സ്മെല്ലെല്ലാം എക്സാക്ട് മല്ലിക അല്ലേ? അല്ലേ? മല്ലിക സെയിം മല്ലികയുടെ സ്മെല്ല് തന്നെയാണ്. ഇത് മല്ലികയുടെ സീഡ്ലിംഗ് പ്ലാന്റ് ആണ്. അതിൽ കായ്ച്ചതാണ്. നല്ലപോലെ കായപ്പെടുത്തേണ്ടതെന്നാണ് പറയുന്നത്. കഴിച്ചു നോക്കി. എക്സാക്ട് കറക്റ്റ് മല്ലികയല്ല. മല്ലികന്ന് ചെറിയൊരു മാറ്റമുണ്ട്. ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ മല്ലികയ്ക്ക് പകരം എന്തുകൊണ്ടും വെക്കാൻ പറ്റിയൊരു മാവാ അല്ലേ? നല്ല കാപെടുത്തുണ്ടെന്നാണ് പറഞ്ഞിട്ട്. അത് തന്നെ ഒരു വലിയ കാര്യം. മല്ലിക നമ്മുടെ നാട്ടിൽ കായ്ക്കുന്നത് വളരെ കുറച്ച് കായകളെ കായ്ക്കുന്നത്. ഒറ്റ പുഴും കാണില്ല. പുഴുവില്ല പറയുമ്പോൾ മരത്തുനിന്ന് പറിച്ചതാ. പുഴുക്കേടുമില്ല അല്ലേ? പറിച്ച് പഴിപ്പിച്ചാണ്. അത് മറ്റത് ഇതാണ് മരത്തുനിന്ന് പറിച്ച് പഴുത്തത് ഇതാണ്. ഓക്കെ. ഇത് വേറെ മരം. അത് വേറെ മാങ്ങിയല്ലേ? അണ്ടിയും മല്ലികയുടെ മാതിരി തന്നെ വളരെ ചെറിയ അണ്ടി അല്ലേ? നേരിയ അണ്ടി. കറക്റ്റ് എല്ലാം കൊണ്ടും മല്ലിക തന്നെ. പക്ഷേ ആ ഫ്ലേവറിലും ഇതിലും ചെറിയ വ്യത്യാസമുണ്ട്. മല്ലികയുടെ ടേസ്റ്റസ് എത്രയാണ് അറിയോ? അറിയില്ല. നമ്മൾ ഒറിജിനൽ മല്ലിക ചെക്ക് ചെയ്തിട്ടില്ല വരെ. കിട്ടുന്നില്ലേ? ഞാൻ വേണോ? നല്ല ജ്യൂസി അല്ല ഇത്. ശരി, ഒരു ക്രീമിയാണ് അല്ലേ? ഉള്ളിൽ വാട്ടർ കണ്ടൻറ്റ് വളരെ കുറവാണ് അതിന് മാങ്ങയ്ക്ക്. ഞാൻ കഴിച്ചതിൽ നമ്മൾ വാട്ടർ കണ്ടൻറ്റ് കുറഞ്ഞ മാങ്ങകൾക്കൊക്കെ രുചി കൂടുതലല്ലേ അല്ലേ? നമ്മൾ ഈ പ്രാവശ്യം ടേസ്റ്റ് ചെയ്ത ഒരുവിധം എല്ലാ വാട്ടർ കണ്ടൻറ്റ് കുറഞ്ഞ മാങ്ങകൾക്കും രുചി കൂടുതലാണ്. ബട്ടൺ അമർത്തി മെഷർ 21 നല്ല കിട്ടുന്നല്ലേ? നല്ല അടിപൊളി TSS ആണ്. പക്ഷേ ആ TSSന് മധുരം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? 21 TSS എന്നുള്ള മധുരം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 22 പ്രതീക്ഷിച്ചു. മല്ലികയ്ക്ക് പകരമായിട്ടും നമ്മുടെ നാട്ടിൽ വെക്കാൻ പറ്റിയൊരു വെറൈറ്റിയാണ്. കറക്റ്റ് മല്ലികയുടെ ഷേപ്പും ആ ഫ്ലഷൊക്കെ സെയിം ഫ്ലഷ് അല്ലേ? മല്ലികയുടെ ഫ്ലഷ് തന്നെ അതേമാതിരി തന്നെ നമുക്ക് കഷ്ണാക്കി ഇടാനൊക്കെ. കഷ്ണം ചെറുതായിട്ട് ഉടയുന്നുണ്ട്. കറക്റ്റ് അങ്ങോട്ട് നമുക്ക് മുറിച്ചമാതിരി കിട്ടുന്നില്ല. മാർക്കറ്റിലൊക്കെ മല്ലികേനേക്കാളും കുറച്ചും കൂടെ ഇതിന് വിത്ത് വലുപ്പമുണ്ട്. കുറച്ചുകൂടെ വെയിറ്റ് ഉണ്ട്. ഇതിൻ്റെ വെയിറ്റ് നോക്കി ഒന്ന് ഓൺ ചെയ്തോ. 70 ഗ്രാം. അപ്പോൾ ശരിക്കും നമുക്കല്ലേ ഒരു നല്ല കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് വളർത്തിയെടുക്കേണ്ട ഒരു മാവിന് തന്നെയാണിത് അല്ലേ? ഞാൻ ഒരുപാട് പറഞ്ഞു കേട്ടുള്ളൂ ആ പള്ളിയിലെ മാങ്ങ, പള്ളിയിലെ മല്ലിക കുറേ കേൾക്കുന്നത്. കുറേ ഞങ്ങളിത് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇപ്പോഴാണിത് കിട്ടിയത്. എന്തായാലും ഒരു അടിപൊളി മാങ്ങയാണ്. മല്ലികയായിട്ട് ശരിക്കും കമ്പയർ ചെയ്യാൻ പറ്റിയൊരു മാങ്ങയാണ്. മധുരത്തിലായാലും ഫ്ലേവറിലായാലും
വെയിറ്റോ ഈ കാഴ്ചയുടെ ശല്യം ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. കാഴ്ചയുടെ ശല്യം തീരെ ഇല്ല, കണ്ടല്ലേ നമ്മൾ മുറിച്ചപ്പോൾ കാഴ്ച തീരെ ഇല്ല. അവരെന്തായാലും അവർ ഇതൊന്നും മേടിച്ചിട്ടുണ്ടാവില്ല. ഒരു ഉറപ്പല്ലേ പള്ളിയെ കൊണ്ട് പറഞ്ഞ പള്ളി കോമ്പൗണ്ട് ഇല്ലെന്നാണ്. പള്ളിക്കാരെ എന്തായാലും കാഴ്ച പണിയൊന്നും വെക്കാൻ ചാൻസ് ഇല്ല. ശരിക്കും നമുക്ക് ഇത് ചെയ്തെടുക്കാം അല്ലേ, ഗ്രാഫ്റ്റ് ചെയ്തിട്ട് വെക്കാൻ പറ്റിയ തന്നെയാണ്.